നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ കംഫർട്ട് സോണുകളിൽ ഇരുന്നു കൊണ്ട് മനോഹരമായൊരു ജീവിതം ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അക്കാലത്ത് MSF നിങ്ങളെ എല്ലാവരെയും ഒരു പഞ്ചായത്ത് സമ്മേളനത്തിലേക്ക് വിളിച്ചു കൊണ്ടുവരികയും ഐക്യത്തെയും അതിജീവനത്തെയും അഭിമാനത്തെയും കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ സാധാരണയിൽ നിന്ന് മാറിക്കൊണ്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു മുന്നോട്ട് പോക്കിനാണ്. മൗലാന അബ്ദുൽ കലാം ആസാദ് പറഞ്ഞൊരു വാചകമുണ്ട്, ഒരു രാഷ്ട്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കറിയുമെന്ന്. ഒരു രാജ്യം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കല്ലും മണ്ണും കൊണ്ടല്ല, പകരം മനുഷ്യരുടെ സാമൂഹ്യ ബോധം കൊണ്ടാണ്. ആ സാമൂഹ്യ ബോധത്തിലേക്ക് നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയുണ്ടാവണമേ എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്തരത്തിലൊരു സംഗമം വിളിച്ചു ചേർത്തിട്ടുള്ളതും ആ സാമൂഹ്യ ബോധം ഏറ്റവും പരിഷ്കൃതമായ രൂപത്തിൽ, ഏറ്റവും മനോഹരമായ രൂപത്തിൽ എങ്ങനെ കൊണ്ടുപോകാമെന്ന് നിരന്തരമായൊരു മെൻറ്റർഷിപ്പ് ഉണ്ടാവാൻ വേണ്ടിയാണ് MSFൽ ഭാഗമായിക്കൊണ്ട്, അംഗമായിക്കൊണ്ട് നിങ്ങൾ എല്ലാ കാലവും ഉണ്ടാവണേ എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നത്. സാമൂഹ്യ ബോധത്തെക്കുറിച്ചാണ് MSF ഇന്നത്തെ സമ്മേളനത്തിലും ഇനിയുള്ള ജീവിതത്തിലും ഓരോ ദിവസവും നിങ്ങളോട് ഓർമ്മിപ്പിക്കാൻ പോകുന്നത് എന്ന് മാത്രം ആമുഖമായി സൂചിപ്പിക്കുകയാണ്. പ്രിയമുള്ള നേതാക്കളൊക്കെയും ഉദ്ഘാടന ഭാഷണത്തിലും അതിനു ശേഷമുള്ള ആശംസാ ഭാഷണത്തിലുമൊക്കെ ഇത്തരം ഒരു രാഷ്ട്രീയ ബോധത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സൂചിപ്പിച്ചു. സാമൂഹ്യ ബോധത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. എന്താ ഈ സാമൂഹ്യ ബോധം എന്ന് മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് മനസ്സിലാവാത്ത എന്തിനെക്കുറിച്ചും മറുപടി തരാൻ കഴിവുള്ള ChatGPTയും DeepSeekഉം ഒക്കെ ഇപ്പം നമ്മളെ കയ്യിലുണ്ട്. വെറുതെ നിങ്ങൾ DeepSeekൽ അടിച്ചു നോക്കിയാൽ മതി എന്താ സാമൂഹ്യ ബോധം എന്ന്. ചിലപ്പോൾ നമുക്ക് മനസ്സിലാവാത്ത കുറേ കഥകളും പറഞ്ഞുകൊണ്ട് എന്താ സാമൂഹിക ബോധം എന്ന് നമുക്ക് DeepSeekോ അല്ലെങ്കിൽ ChatGPTയോ പറഞ്ഞു തരുമായിരിക്കും. അതിനു മുൻപ് നിങ്ങൾ മനുഷ്യരെന്ന രൂപത്തിൽ ജീവിക്കാൻ, നിങ്ങളൊരൊറ്റ തുരുത്തായിട്ട് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. പകരം നമുക്ക് ചുറ്റിലും മനുഷ്യരുണ്ടാവുകയും കൂട്ടുകാരുണ്ടാവുകയും കുടുംബം ഉണ്ടാവുകയും ഒരു സമൂഹം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ മാത്രമേ ഒരു സമൂഹം എന്നുള്ള രൂപത്തിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് അതിജീവനം സാധ്യമാവൂ എന്ന് ഉൾക്കൊള്ളലാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് നന്നായി പഠിക്കുകയും നല്ല ജോലി വാങ്ങിക്കുകയും നല്ല ശമ്പളമുള്ളവനാവുകയും എല്ലാ ആസ്വാദനങ്ങൾ അനുഭവിക്കാൻ അർഹതയുള്ളവരായി കഴിഞ്ഞിട്ടും ചിലപ്പോൾ ഈ നിങ്ങൾ ജീവിക്കുന്ന സമൂഹം അത്ര നല്ലതല്ലെങ്കിൽ, ഇവിടുത്തെ ഭരണകർത്താക്കൾ അത്ര നല്ലതല്ലെങ്കിൽ, ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ ജീവിതം ഒന്നും ആവില്ല. ഈ കാലത്ത് നമ്മളെല്ലാവരും ലക്ഷ്യങ്ങളുമായിട്ട് മുന്നേറുന്നതാണ്. എന്താണ് ലക്ഷ്യമെന്ന് ചോദിച്ചാൽ നന്നായി പണം ഉണ്ടാക്കാൻ സാധിക്കുകയും ഏറ്റവും നല്ല ജീവിതം ജീവിക്കാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പണം ഉണ്ടായാലും ഇല്ലെങ്കിലും സമാധാനത്തോടു കൂടിയുള്ള ജീവിതം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. വെറുതെ സമാധാനം കിട്ടിയാലും പോരാ, അത്യാവശ്യം അടിച്ചു പൊളിച്ച് വൈബായിട്ട് ജീവിക്കാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഇതിനു വേണ്ടി എല്ലാ പരീക്ഷകളും എഴുതുകയും നന്നായി പഠിക്കുകയും നല്ല ബിസിനസ് ചെയ്യുകയും എന്തോ ചെയ്ത് നിങ്ങൾ ഏറ്റവും നല്ലൊരു സാഹചര്യത്തിലെത്തിയെന്ന് കരുതുക. മുൻപ് ഈ രാജ്യത്ത് കശ്മീരിലുണ്ടായ പോലെ കശ്മീരിൻ്റെ ഒരു പ്രത്യേക ഭരണഘടനാ വകുപ്പായ 370 എന്ന് പറയുന്ന ആക്ട്, ഭരണഘടനാ വകുപ്പിനെ ഒരു ദിവസം ഈ രാജ്യത്തെ സർക്കാർ എടുത്തു കളഞ്ഞ പോലെ, ലക്ഷദ്വീപ് എന്ന് പറയുന്ന ചെറിയ ഏറ്റവും മനോഹരമായ ഒരു ദേശത്തെ ഒരു ദിവസം നിയമം കൊണ്ട് അട്ടിമറിച്ച പോലെ പൗരത്വ നിയമം പോലെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കുകയും ഈ രാജ്യത്ത് ജീവിക്കാൻ അർഹതയുള്ളവരുടെ മതവും ദേശവും ഭാഷയും ഒക്കെ തീരുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതുകൊണ്ടൊന്നും നമുക്ക് ഉപകാരം ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങളുടെ അറിവ് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നേടിയെടുത്ത സമ്പാദ്യം കൊണ്ട്, നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത വീട് കൊണ്ട്, നിങ്ങളുടെ കുടുംബം കൊണ്ടോ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ, രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് കൃത്യമായൊരു സാമൂഹിക ബോധം ഉണ്ടാവണം. ഏത് നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നതെന്നും ഏത് രാഷ്ട്രീയമാണ് എന്നെ ഭരിക്കുന്നതെന്നും അവരുടെ പോളിസികൾ എന്താണ് എന്നും ബോധ്യമുണ്ടാവണം. ഇനി അത് എന്തു തന്നെ ആയാലും അതിനെ അതിജീവിക്കാൻ പറ്റുന്നൊരു രാഷ്ട്രീയം, കരുത്ത് എൻ്റെ ഉള്ളിലുണ്ട് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. ആ കരുത്തുണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഒറ്റയ്ക്ക് തുഴഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു വഞ്ചിയല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അതിന് കൃത്യമായി ആ ആശയമുള്ള ഒരു വലിയ കൂട്ടത്തിൻ്റെ പിന്തുണ നമുക്ക് വേണം. നിങ്ങൾക്ക് IUML എന്ന് പറയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നൽകുന്നത് ആ കരുത്താണ്. നിങ്ങളേവരും ഏറ്റവും മനോഹരമായ ആത്മവിശ്വാസമുള്ള അതിജീവിക്കാൻ ഉതകുന്ന മനുഷ്യരായിട്ട് മുന്നോട്ട് പോവാം,
നിങ്ങൾക്കതിന് ഞങ്ങളുണ്ട് എന്ന് പറയുന്ന ആത്മവിശ്വാസമാണ് യഥാർത്ഥത്തിൽ IUML, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. MSFും അത് തന്നെയാണ് ഏറ്റവും ചെറുപ്പകാലത്ത് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ സാധാരണയിൽ കവിഞ്ഞ് ഒഴുകിപ്പോവുന്ന, ശ്രവിച്ചുകൊണ്ടേയിരിക്കുന്ന, കേൾവിക്കാർ മാത്രമാകുന്ന കുട്ടികളിൽ നിന്ന് മാറിക്കൊണ്ട് അതിജീവിക്കാൻ കഴിയുന്ന, അഭിമാനത്തോടെ ജീവിക്കാൻ സാധിക്കുന്ന, ശബ്ദമുള്ള, അസ്തിത്വമുള്ള മനുഷ്യരാവുക എന്ന്, നിങ്ങൾ ഒറ്റക്കൊരു പ്രസ്ഥാനമായി തീരുക എന്ന്. അങ്ങനെ നിങ്ങൾ ഒറ്റക്കൊരു പ്രസ്ഥാനമായി തീരണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ അഭിമാനബോധവും ആത്മവിശ്വാസവും ഉണ്ടായിരിക്കണം. MSF നിങ്ങൾ അതിലേക്ക് ക്ഷണിക്കുന്നു. ഈ സമ്മേളനം നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ കാലത്ത് നിങ്ങളോട് പറയുന്ന രാഷ്ട്രീയം നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുകയാണ്. MSFന് ഒന്നേ പറയാനുള്ളൂ. മുൻപ് ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രിയപ്പെട്ട നവാസ്ക സൂചിപ്പിച്ചതുപോലെ, നിങ്ങൾ ജീവിക്കുന്ന ദേശത്തുള്ള എല്ലാ നവോത്ഥാന പ്രവർത്തനങ്ങളുടെയും ചുക്കാൻ പിടിച്ചൊരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. MSF അതിൻ്റെ വിദ്യാർത്ഥി സംഘടനയാണ്. ഈ സംസ്ഥാനത്ത് എല്ലാ കുട്ടികൾക്കും പഠിക്കാനായി സൗജന്യമായി വിദ്യാഭ്യാസം ഉണ്ടാക്കിക്കൊടുത്ത, യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കിക്കൊടുത്ത, ഇനിയുള്ള കാലത്ത് എന്തിലേക്ക് പോകണം എന്ന് ആലോചിച്ച് അതിനുള്ള മാർഗങ്ങൾ ഒരുക്കി കൊടുത്ത മുസ്ലിം ലീഗ് വിദ്യാഭ്യാസപരമായി ഏറ്റവും മനോഹരമായ ഒരു മികച്ച കാലത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കാം എന്നുറപ്പുള്ള മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടന ആയിക്കൊണ്ട് നിങ്ങൾ ഉണ്ടാവുക. ആ വിദ്യാർത്ഥി സംഘടന നിങ്ങൾക്ക് കേവലമായ അതിജീവനത്തിനപ്പുറത്തേക്ക് മനോഹരമായ അതിജീവനം നൽകും എന്ന ഉറപ്പ് CHും CD സാഹിബും ഒക്കെ കാലങ്ങളായി പറഞ്ഞു വെച്ച ഒരേ ഒരു വാചകം, വിദ്യാർത്ഥികളെ നിങ്ങൾ പഠിക്കുക എന്ന വാചകം. ഇത് തന്നെയാണ് MSF എല്ലാ തലമുറയോടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിക്കുക, പഠിക്കുക, വീണ്ടും പഠിക്കുക എന്ന്. 24 മണിക്കൂറും നിങ്ങളെ നിങ്ങളുടെ പുസ്തകത്തിന് മുൻപിൽ ആണിയടിച്ച പോലെ തളച്ചിടാനല്ല ആ പഠനം പറയുന്നത്. പകരം അത് ഈ കാലത്തെ ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യയെ കൂടി പഠിക്കുക എന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ സിലബസിനെ പഠിക്കുന്നതിനോടൊപ്പം ചുറ്റുമുള്ള മനുഷ്യരെ പഠിക്കുക. ഈ കാലത്ത് മറ്റാരും എത്തിയിട്ടില്ലാത്ത മേഖലകളിലേക്ക് നിങ്ങൾ ഉയർന്നു പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലം അതിജീവനവും സാധ്യമാവുകയുള്ളൂ. കാരണം ഒരു പക്ഷേ നമ്മുടെ തലച്ചോറിനേക്കാൾ ഏറ്റവും നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നോളജി നമ്മളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. എന്ത് ചോദ്യങ്ങൾക്കും ഉത്തരമായിക്കൊണ്ടൊരു മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലുള്ളൊരു കാലമാണ്. ഈ മൊബൈൽ ഫോൺ എന്നിൽ നിന്ന് പോയാൽ ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരമുണ്ടായിരിക്കണം. ഇതെൻ്റെ കയ്യിൽ നിന്ന് ഇന്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ട ഒരു ഉപകരണമായി കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടായിരിക്കണം. ആൾക്കൂട്ടത്തിലല്ലാതെ, വീട്ടുകാരുടെ മുന്നിലല്ലാതെ, അടച്ചിട്ട ഒരു റൂമിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്കുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന മൂല്യബോധത്തെക്കുറിച്ചുള്ള ഉത്തരം നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഞാൻ തരുന്നു, നിങ്ങളെ ഒറ്റക്കാക്കി വിടുന്നു, അപ്പോൾ നിങ്ങൾ ആരാണ് എന്ന ചോദ്യത്തിന്, അപ്പോൾ ഏത് തരത്തിലുള്ള ധാർമ്മികതയാണ് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യത്തിന്, മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു സമയത്ത് നിങ്ങൾ ആരാണ് എന്ന ചോദ്യത്തിന്, അഥവാ നിങ്ങൾ ഒറ്റയ്ക്കൊരു മനുഷ്യനായി തീരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള രാഷ്ട്രീയ ബോധ്യവും സാമൂഹിക ബോധ്യവും മൂല്യബോധ്യവും എന്താണ് എന്ന് തീർച്ചപ്പെടുത്താനുള്ള ഒരു യാത്രയാണിത്. ആ യാത്രയിലാണ് ഏറ്റവും മനോഹരമായി നിങ്ങളെ നയിക്കാമെന്ന് MSF ഉറപ്പ് നൽകുന്നത്. കാരണം ഇതൊക്കെ നമ്മൾ നൽകുന്നുണ്ട്. രാഷ്ട്രീയ ബോധം, സാമൂഹിക ബോധം, മൂല്യബോധം, ഇതൊരുമിച്ച് നൽകിക്കൊണ്ടാണ്, ഒരു പാക്കേജിലേക്കാണ് MSF സ്വാഗതം ചെയ്യുന്നത്. ആ മനോഹരമായൊരു ജീവിതത്തിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇനിയുള്ള സമരവീഥികളിൽ, ഇനിയുള്ള പോരാട്ടത്തിൽ, ഇനിയുള്ള സർഗാത്മക വേദികളിൽ നമുക്ക് വീണ്ടും കാണാമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എവർക്കും നന്ദി. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്.